ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ കള്ളൻ ഒരു കള്ളൻ ഇതിലെ വന്നു. സഹദേവൻ അങ്കിള് ആ കള്ളനെ ഇടിച്ച് ശരിയാക്കി താഴേക്കെറിഞ്ഞു. ആര്? സഹദേവേട്ടനോ? ആ അതെ. അങ്കിളിന്റെ ധൈര്യം സമ്മതിക്കണം. ഒരു മടിയും വിചാരിക്കണ്ട. നമ്മളോട് എന്ത് ചെയ്തോ അതിന്റെ ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ചിന്തിച്ചാ മതി. വേണ്ട, നമ്മൾ എന്തിനാ അവരെ പറ്റി ചിന്തിക്കുന്നേ? അവൻ എന്ത് ചെയ്തു എന്നുള്ളതല്ലല്ലോ നമ്മുടെ പ്രശ്നം. തല്ലിയവരെ തിരിച്ചു തല്ലണം. അതിനിപ്പോ പോലീസുകാർ തന്നെയാ നല്ലത്. ഇടിച്ചിട്ടെന്താ ഇവർക്ക് കൊള്ളാത്തത്? ഇനി അടുത്തത് മിസ്സാവില്ല, കാണിച്ചു കൊടുക്കാം. അതെ, ഈ മോയ്സ്ചറൈസർ കൊള്ളാം. ഇത് ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്യുവാണേ. ഓർഡർ ചെയ്തോ. ഞാൻ ഒന്ന് കോൾ ചെയ്തിട്ട് വരാം. വേഗം വരണേ. ആ പുറകെ പോവാം. പുറകെ പോയി ഒരൊറ്റ അയ്യോ തൊടില്ലേ. അയ്യോ, എന്താ അവിടെ? ആരത്? ഇതാരും ഓർന്നു ഒന്ന് കാണാനും വയ്യ.
ഏയ് ആരത്? ഏയ് അയ്യോ അയ്യോ അങ്കിള് അയ്യോ എഴുന്നേക്ക്. സഹദേവേട്ടാ എന്ത് പറ്റി അങ്കിള്? അയ്യോ സഹദേവേട്ടാ അയ്യോ കള്ളൻ കള്ളൻ ഒരു കള്ളൻ ഇതിലെ വന്നു. സഹദേവൻ അങ്കിള് ആ കള്ളനെ ഇടിച്ച് ശരിയാക്കി താഴേക്കെറിഞ്ഞു. ഞാനാ ആര്? സഹദേവേട്ടനോ? ആ അതെ. അങ്കിളിന്റെ ധൈര്യം സമ്മതിക്കണം. ശരിയാ ഉം. അവന് എങ്ങനെ ഈ വീട്ടിൽ കയറാൻ ധൈര്യം വന്നെന്നാ ഞാൻ ഓർക്കുന്നത്. അയ്യോ കറണ്ട് ഇല്ലാത്തോണ്ടേ ശരിക്കും പിടുത്തം കിട്ടിയില്ല. അല്ലേ അവനെ ഇപ്പൊ നമുക്ക് പോലീസ് ഏൽപ്പിക്കായിരുന്നു. അല്ലേ പ്രതി? അതെ. ശരിയാ. കള്ളനെ ഇടിച്ചതിന്റെ നല്ല വേദനയടി. ഞാനേ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അയ്യോ നീരജ എന്റെ പെടലി പേടി. നീ ഇത്തിരി എണ്ണയിട്ട് എന്നെ ഒന്ന് തടവി താടി. നോക്കാം. അയ്യോ കൊള്ളാല്ലേ? ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇവിടെ വേണ്ടേ? ഇവിടെ. ആ നമ്മളെ കുറച്ചുകൂടി ബ്യൂട്ടി കോൺഷ്യസ് ആകണം നാത്തൂനെ. ആ അതെ. ഓ അതെ. കല്യാണം കഴിഞ്ഞ സമയത്തെ ഓ എനിക്ക് എന്ത് നിറായിരുന്നെന്നറിയോ? ഇപ്പൊ അതെല്ലാം പോയി. അതങ്ങനെയാ. ഈ വീടിനകത്ത് സമാധാനം വേണ്ടേ? ആ ദുർഗ കാരണം നമുക്ക് മനസമാധാനം ഒന്നും ഇല്ലായിരുന്നല്ലോ. അതാ നമ്മൾ ഇങ്ങനെ ആയത്. ഓ ശരിയാ. ആ നാശം പോയല്ലോ. ഇനി നമുക്ക് എല്ലാം ശ്രദ്ധിക്കണം. ഇനി കഴുത്തിലല്ലേ? കഴുത്തിലിട്. ഇവിടെ ഇവിടെ. ഓ ഓ. വസുമതി അല്ല ഗിരിജയും വസുമതി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെ പോയി? ഞങ്ങള് തന്നെയാ അമ്മേ, കളിയാക്കണ്ട. ഞങ്ങളൊന്ന് ഫേഷ്യൽ ഇടുക. അമ്മയ്ക്ക് വേണോ? അയ്യോ എനിക്കൊന്നും വേണ്ടേ, എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തേച്ചാ മതി. ആ മുഖം വെളുപ്പിക്കുന്നത് പോലെ മനസ്സ് വെളുപ്പിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങ് തേക്ക്. അതിന് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഇന്ന് ദുർഗമോള് വിരുന്നിന് വരുന്ന ദിവസമല്ലേ? അതിന് വിഭവങ്ങളൊക്കെ റെഡിയാക്കണ്ടേ? ആ കാര്യം സംസാരിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇത് രണ്ടും ചേർന്ന് മുഖം മിനുക്കുന്നു. ദുർഗ വരുന്നതിന് ഇപ്പൊ സ്പെഷ്യൽ സദ്യയൊന്നും വേണ്ട. ഇവിടെ ഉള്ളതൊക്കെ എടുത്ത് കഴിച്ചോളൂ. അതെ. പിന്നെ അവള് കെട്ടിയിരിക്കുന്നത് ഒരു ദരിദ്രവാസിയല്ലേ? ഓ അപ്പൊ വലിയ സ്വീകരണം ഒന്നും വേണ്ട. സ്വീകരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ നിങ്ങളല്ല. പിന്നെ ഒരു കാര്യം രണ്ടുപേരും ഓർത്തോ,